സമാധാനവും സന്തോഷവും ആരോഗ്യവും ആനന്ദവും ആശ്വാസവും അനുഭവിക്കാൻ താല്പര്യമുള്ളവരാണ് ഞാനും നിങ്ങളും. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് ശാന്തമായിരിക്കണം, സ്വസ്ഥമായിരിക്കണം, ടെൻഷൻ ഇല്ലാതെ ഇരിക്കണം, രോഗമില്ലാതെ മുന്നോട്ട് പോകണം എന്നൊക്കെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സ്ഥലമാണ് ARC ആത്മ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഇത് ആനിക്കാട്, പള്ളിക്കത്തോട് അടുത്തുള്ള ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രോപ്പറായിട്ട് ആ സ്ഥലം കവുങ്ങുംപാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ MCBS എന്ന് പറയുന്ന കോൺഗ്രിഗേഷൻ്റെ ഒരു ആശ്രമമാണിത്. ആശ്രമം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതൊരു ധ്യാന കേന്ദ്രമാണ്, പഠന കേന്ദ്രമാണ്, ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സ്ഥലവും സ്ഥാപനവുമാണ് ഇത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു. നിശബ്ദതയുടെ സ്ഥലമാണ്, ശാന്തതയുടെ സ്ഥലമാണ്. ഇവിടെ ബഹളങ്ങളില്ല, ഒച്ചപ്പാടില്ല, വാഹനത്തിൻ്റെ ശബ്ദമില്ല, പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രം, പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ മാത്രം, കാറ്റിൻ്റെ ശബ്ദം മാത്രം. മനുഷ്യനെ എന്തുമാത്രം ശാന്തതയിലേക്ക് കൊണ്ടുപോകുമോ അത്രയും ശാന്തതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇടം. ഏകദേശം 500 ടൈപ്പ് ഔഷധങ്ങൾ ഇതിൻ്റെ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു 6 വർഷം മുമ്പ് സാധാരണ ഒരു സ്ഥലമായിരുന്നു. വെള്ളത്തിന് ക്ഷാമമുള്ള, നല്ല ചൂടുള്ള ഒരു സ്ഥലം, അധികം പേര് താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ആ സ്ഥലത്ത് ഈ 5-6 വർഷങ്ങൾക്ക് കൊണ്ട് ഒരുപാട് മരങ്ങൾ, പ്രത്യേകിച്ച് നക്ഷത്ര വൃക്ഷങ്ങൾ, നാൾ വൃക്ഷങ്ങൾ, ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഔഷധം എന്ന് കരുതുന്ന ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ കാലാവസ്ഥ മാറി. പുറത്ത് ഒരു 30 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ഇവിടെ ഒരു 25 ഡിഗ്രി ചൂടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 24 ഡിഗ്രി ചൂട്. ഒരു AC ക്ലൈമറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വനം പോലെയാണ് ഞങ്ങളിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഒരു കൊച്ചു വനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മഴ കൂടുതലുണ്ട്, കാലാവസ്ഥ വളരെ കംഫർട്ടബിളാണ്. വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരാൾക്ക് സാധിക്കുന്ന ഒരു ഇടമാണ് ഇത്. ഇത് അധികമാരും കാണാത്ത ഒരു ചെടിയാണ് കൊന്തക്കുരു ചെടി. ഈ ചെറിയ കായ്കളെല്ലാം ജപമാല കോർക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ നാച്ചുറലാണ്. മാത്രമല്ല വളരെ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന, കാരണം ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, പ്രകൃതിയുടെ തന്നെയാണ്. ഇതിനകത്ത് വളരെ ഒരു ഹോളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് ഉണങ്ങിയ കുരു ഉള്ള കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നൂല് കോർത്ത് നമുക്ക് നല്ല ജപമാല കൈകളിൽ ഉപയോഗിക്കാവുന്ന, കൈകളിൽ കെട്ടാവുന്ന, കഴുത്തിൽ അണിയാവുന്ന, ജപം ചൊല്ലാൻ ഉപയോഗിക്കാവുന്ന നല്ല മാല കോർക്കാൻ പറ്റിയ ഒരു മനോഹരമായ ചെടിയാണ് കൊന്തക്കുരു ചെടി. ഇത് കരിമുത്തൽ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. കരിമുത്തൽ, ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാൻ പറ്റും. ഇതൊരു ബ്രെയിനിൻ്റെ ഷേപ്പാണ്. ഇത് നമുക്ക് സ്പൈനൽ കോഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ താഴോട്ടുള്ള തണ്ട് സ്പൈനൽ കോഡ്, ഇത് ബ്രെയിൻ. ഇവിടെ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ വരകൾ. അതൊക്കെ നമ്മുടെ ബ്രെയിനിലുള്ള നെർവുകളാണ്. അപ്പോൾ ഇത് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു നല്ല ഔഷധമാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് അല്പം തേങ്ങയും ഉള്ളിയും ഉപ്പും നാരങ്ങാനീരും ചേർത്ത് കഴിക്കാൻ പറ്റിയ ഉഗ്രൻ സാലഡാണ്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ഓട്ടിസം പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യും. ഇത് മരമുന്തിരിയാണ്. മരമുന്തിരി, ജംബോട്ടിക്ക എന്ന് പറയും. നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഒരു മുന്തിരിയുടെ കളറ്, ഒരു ബ്ലാക്ക് കളറ്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് പച്ച കളറിലുള്ള വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടും കൂടെയാണ്. ധാരാളം കായ്ക്കും. നമ്മുടെ ഇവിടെ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചുള്ള എല്ലാ ദിവസവും ഫ്രൂട്ട്സ് ഉണ്ടാവും. അങ്ങനെ വളരെ നല്ല ഒരു ഫ്രൂട്ട്സിൻ്റെ ചെടിയും ഫ്രൂട്ട്സുമാണിത്. കമണ്ടലു എന്ന് പറയുന്ന ചെടിയാണിത്. ഇതിൽ കമണ്ടലുവിൻ്റെ കായാണിത്. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇത് പണ്ട് മുനിമാർ ഭക്ഷണം കഴിക്കാനും വെള്ളം കൊണ്ടുപോകാനും സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പാത്രമായിട്ട് ഇതിൻ്റെ തോടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വൃക്ഷങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ എല്ലാം ഇങ്ങനെ കവട്ടകളുണ്ട്. ഈ മുനിമാരിങ്ങനെ കൈയൊക്കെ വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വടിയുണ്ടല്ലോ,
അതാണ് ഈ കവട്ടകൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൃക്ഷവും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൻ്റെ കായുമാണിത്. ഇതിനകത്ത് മുഴുവൻ ഫ്രൂട്ട്സാണ്. ഇത് പാകമാകുമ്പോൾ ഇത് ആക്സോ ബ്ലേഡ് കൊണ്ടോ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ടും ഫ്രൂട്ട്സാണ്. അത് പല വിധത്തിലുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുമാണ്. കുടുംബമായിട്ട് വന്നാൽ ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ പരിശീലനം, ഇവിടുത്തെ രീതികളൊക്കെ അവർക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതേസമയം തനിച്ച് വന്നാലത്തെ പ്രത്യേകത, അത് വീട്ടിൽ ചെന്ന് ഒരുപക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാനോ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തനിച്ചും വരാം, കുഴപ്പമില്ല. പക്ഷേ കുടുംബമായിട്ട് വന്നാൽ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, മക്കളൊക്കെ ഒരുമിച്ച് വന്നാൽ അവർക്കതൊരു വലിയ അനുഭവമായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത, മത്സ്യമാംസാദികളൊന്നുമില്ല. ഇറച്ചി, മീൻ, മുട്ട, പാല്, ചായ, കാപ്പി ഒന്നുമില്ല. അരി ആഹാരങ്ങൾ ഇല്ല. അരി ആഹാരത്തിന് പകരം ഞങ്ങൾ മില്ലറ്റ്സാണ് ഉപയോഗിക്കുന്നത്. മത്സ്യമാംസാദികൾക്ക് പകരം ഞങ്ങൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഉപയോഗിക്കുക. ഇവിടെ ധാരാളം ഔഷധങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ഔഷധങ്ങളുടെ ഇലകളും കായ്കളും പഴങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുക. അത് വ്യക്തിജീവിതത്തെ, ശാരീരിക ജീവിതത്തെ ഒരുപാട് സൗഖ്യപ്പെടുത്തും, ശാന്തമാക്കും. ഇതാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണത്തിൽ ഞങ്ങൾ ആദ്യം കുടിക്കുന്നത് തേനും നാരങ്ങ വെള്ളവും. നാരങ്ങ പിഴിഞ്ഞ് വെള്ളമൊഴിച്ച് തേനൊഴിച്ച് മിക്സ് ചെയ്യുന്നത് തേനും നാരങ്ങ വെള്ളം. അതിനുശേഷം ഞങ്ങൾ കഴിക്കുന്നത് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സിനകത്ത് തേങ്ങാപ്പാൽ ചേർത്ത് തേനും ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മൾ വേറെ ഷുഗറോ കസ്റ്റാർഡ് പൗഡറോ ക്രീമോ ഒന്നും ചേർക്കില്ല. വളരെ നാച്ചുറലായിട്ട് തേങ്ങാപ്പാൽ, തേന്, ഫ്രൂട്ട്സ്. അതിനുശേഷം ഞങ്ങൾ കഴിക്കുന്നത് മില്ലറ്റ്സിൻ്റെ പുട്ടാണ്. ചിരട്ടയ്ക്കകത്ത് ഇതുപോലെ തന്നെ ഞങ്ങൾ ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചിരട്ടയ്ക്കകത്ത് കറിയും അതിനകത്ത് തന്നെയാണ്. കടല കറി അതിനകത്തേക്ക് ചേർത്ത് അങ്ങനെയാണ് ഞങ്ങളത് പ്രത്യേക രീതിയിൽ അത് പാകം ചെയ്യുന്നത്. കടല അതിനകത്തുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും അവസാനം ഞങ്ങൾ ത്രിഫല ചൂർണവും കഴിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ത്രിഫല ചൂർണം. ഇതാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ രീതി. ഇപ്പോൾ വരുന്നവർക്ക് ഉള്ള ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ, രാവിലെ 5:30 നമ്മൾ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നേരം ചെയ്യേണ്ട ചില പരിശീലനങ്ങളുണ്ട്, ചില രീതികളുണ്ട്. അതിനുശേഷം നമ്മൾ കുളിക്കുന്നു. കുളി കഴിഞ്ഞതിന് ശേഷം 6 മണി മുതൽ 8 മണി വരെ യോഗയുടെ പരിശീലനമാണ്. വളരെ കൃത്യമായിട്ടുള്ള യോഗയുടെ അനുദിന ജീവിതത്തിൽ ഒരാൾക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലനങ്ങൾ നമ്മൾ 2 മണിക്കൂർ തുടർച്ചയായിട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കുളിക്കാനായിട്ട് പോകുന്നു. വീണ്ടും രണ്ടാമത്തെ കുളി കഴിഞ്ഞ് വന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. മൗനത്തിലും നിശബ്ദതയിലും പ്രാർത്ഥിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും പറ്റുന്ന ഒരു പരിശീലനം. അപ്പോഴേക്കും സമയം 9 മണിയാകും. 9 മണിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് പ്രഭാത ഭക്ഷണം ഞങ്ങളുടേത് ഇപ്രകാരമാണ്. ഒരു ജ്യൂസ്, ചിലപ്പോൾ കുക്കുംബർ ജ്യൂസ് ആയിരിക്കാം, പടവലങ്ങ ജ്യൂസ് ആയിരിക്കാം, നെല്ലിക്ക ജ്യൂസ് ആയിരിക്കാം, തണ്ണിമത്തനായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ജ്യൂസ്. അതിനുശേഷം ഒരു പഴം, അതിനുശേഷം ചെറുപയർ മുളപ്പിച്ച സാലഡ്, അതല്ലെങ്കിൽ ഔഷധങ്ങളുടെ ഇലകൾ പ്രത്യേകമായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത നല്ല സാലഡ്. പിന്നെ മില്ലറ്റ്സിൻ്റെ ദോശയാകാം, മില്ലറ്റ്സിൻ്റെ ഉപ്പുമാവാകാം. അങ്ങനെ വ്യത്യസ്തമായ ഭക്ഷണം, അതിന് പറ്റിയ വെജിറ്റബിൾ ആയിട്ടുള്ള കറികൾ, ഒപ്പം ഏറ്റവും അവസാനം മല്ലിക്കാപ്പി. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റോളം നടക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്നു. അതിനുശേഷം നമ്മൾ ഭജൻ പ്രാക്ടീസ് ചെയ്യുന്നു. അല്പസമയം മനസ്സിനെ വ്യക്തിജീവിതത്തെ ശാന്തമാക്കാൻ നല്ല ഭജൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 മണിക്കൂർ ടോക്കാണ്. ആരോഗ്യത്തെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒക്കെ ഉള്ള മനോഹരമായ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടുള്ള നല്ല പ്രഭാഷണങ്ങൾ. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഹെർബൽ ജ്യൂസ് ഉണ്ടാവും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഉച്ചഭക്ഷണം കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സാണ് കഴിക്കുക. അതിൻ്റെ കൂടെ എന്തെങ്കിലും മില്ലറ്റ്സിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു ഭക്ഷണവും ഉണ്ടാകും. കൂടുതൽ ഫ്രൂട്ട്സാണ് കഴിക്കുക. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 15 മിനിറ്റ് നടക്കുന്നു. അതിനുശേഷം യോഗനിദ്ര എന്ന് പറയുന്ന പരിശീലനമാണ്. ഒരു 2:30 മുതൽ 3:30 വരെ യോഗനിദ്ര. 3:45 മുതൽ 4:30 വരെ വീണ്ടും ഒരു ടോക്ക്. 4:30 മല്ലിക്കാപ്പി നമ്മൾ കഴിക്കുന്നു. അതിനുശേഷം 5 മണി മുതൽ 6 മണി വരെ പരിശീലനമാണ്. 6 മണിക്ക് നമ്മൾ പോയി കുളിച്ച്
6:30 വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കും. വൈകുന്നേരത്തെ ഭക്ഷണം എപ്പോഴും ഈ മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് അങ്ങനെയായിരിക്കും. അതിനുശേഷം 1 മണിക്കൂറോളം നമ്മൾ ഫ്രീ ആണ്. അതിനുശേഷം വിശുദ്ധ കുർബാന, പ്രാർത്ഥന, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഒരു ദിവസത്തെ ഇവിടുത്തെ ജീവിതചര്യ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു വ്യത്യസ്തമായ ജീവിത ശൈലിയിലൂടെ പോയിട്ട് ഒരു പുതിയ ശൈലി സ്വീകരിക്കുമ്പോൾ അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ടാകും. ശരീരം പ്രതികരിക്കും, മടുപ്പ് തോന്നും, ക്ഷീണം തോന്നും, തലവേദന തോന്നും, പോയേക്കാം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ പിടിച്ചു നിൽക്കണം. ഇതാണ് ഒരു ത്യാഗ സഹനം, ഇതാണ് വരാൻ പോകുന്ന നന്മയുടെ ഒരു മുന്നാസ്വാദനം എന്ന് ഈ ത്യാഗ സഹനത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ജീവിത രീതി, ശൈലി, ടൈം ടേബിളാണ് ഇവിടെയുള്ളത്. ഇത് അർബുദനാശിനി എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ക്യാൻസറിന് പ്രതിവിധിയായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കുല, ഇതിനകത്തെല്ലാം പൂക്കളാണ്. ഇതിൻ്റെ ഈ ഇല മാറ്റിക്കഴിയാൻ കാണാൻ പറ്റും, അകത്തെല്ലാം പൂക്കളാണ്, ചെറിയ ചെറിയ പൂക്കൾ. ഇതിൻ്റെ ഇങ്ങനെ മുടി പോലെ, കൊല പോലെ കിടക്കുന്നത് കട്ട് ചെയ്ത് ചേനയ്ക്കകത്തൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് ക്യാൻസർ രോഗത്തിന് അത്യുത്തമമായ ഒരു മരുന്നാണ്. അർബുദനാശിനി എന്ന് ഇതിൻ്റെ പേര്. ഇത് ചങ്ങലമ്പരണ്ട എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. നമ്മുടെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണിത്. ഇത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ അസ്ഥികൾ പോലെ തന്നെ നോക്കിയാൽ ഇതിങ്ങനെ ഓരോ അതിലാണ് ഓരോ ജോയിൻറ്റിലുമാണ് ഈ ഇല വെച്ചിരിക്കുന്നത്. ഓരോ അസ്ഥി അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നും. ഇത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് കാച്ചി 3 ആവർത്തി കാച്ചി ആ എണ്ണ നമ്മുടെ മുട്ടിലൊക്കെ പുരട്ടിയ മുട്ടുവേദന നിശേഷം പോകും. അതോടുകൂടി തന്നെ ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത്, ഇതുണ്ട്, ഇത് അസ്ഥിയുടെ ഷേപ്പാണിത്. ഇതൊരു ചെറിയ കഷ്ണം എടുത്ത് കുഞ്ഞായി ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിച്ച് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചമ്മന്തി അരച്ച് കൂട്ടുന്നതും ഈ ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക്, ജോയിൻറ്റ് പെയിന് അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡിസീസിനൊക്കെ നല്ലതാണ്. ഈ ജോയിൻറ്റ് പെയിൻസൊക്കെ കംപ്ലീറ്റ് മാറിക്കോളും. ഇത് കിരിയാത്ത് എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. നിർബന്ധമായിട്ടും എല്ലാവരുടെയും വീടുകളിൽ വച്ചു പിടിപ്പിക്കേണ്ട ഒരു ഔഷധമാണ്. കൈപ്പേറിയ ഒരു മരുന്നാണിത്. നമ്മുടെ പനിയുടെ വൈറസിനെ, ഇപ്പോൾ കോവിഡൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ ഈ കിരിയാത്ത കഷായം കുടിച്ചവർക്ക് ആർക്കും കോവിഡ് വന്നിട്ടില്ല. ഇപ്പോൾ പനിയൊക്കെ മാറ്റാനുള്ള ഏറ്റവും നല്ല ഒരു നാച്ചുറൽ ഔഷധമാണ് ഈ കിരിയാത്ത്, ചുക്ക്, മല്ലി, ദേവതാരം, ഇത് 4 തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രം, ഈ കിരിയാത്ത് മാത്രം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും പനി കംപ്ലീറ്റ് മാറാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ്. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഔഷധം. ഇതിങ്ങനെ ഈ 1, 2, 3, 4, 5 മുലക്കണ്ണുകളുമായിട്ടാണ് ആയുർവേദ ആചാര്യന്മാർ ഇതിനെ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് 5 മുലച്ചി എന്ന് പറയുന്നൊരു പേര് വന്നിരിക്കുന്നത്. ഇത് ഉദരസംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു വളരെ നല്ല ഔഷധമാണ്. അതോടൊപ്പം തന്നെ ഇത് പഴുത്തതാണ്, അതുകൊണ്ടാണ് ഈ കളറ്. ഇതിൻ്റെ പച്ച കളറാണെങ്കിൽ ഇത് നമുക്ക് തോരൻ വെക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധങ്ങളും ഇങ്ങനെയുള്ള ചെടികളും നിങ്ങളുടെ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഉപാധിയായിട്ട് അത് മാറും. ഇത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്ററും കൂടെയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഡോക്ടർമാർ ഇവിടെയുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഡോക്ടർമാരെ വന്ന് കാണാം, അവരുടെ രോഗവിവരങ്ങൾ സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ തിരുമ്മ ഉണ്ട്, സ്റ്റീം ബാത്ത്, മഡ് ബാത്ത്, മൂൺ ബാത്ത്, സൺ ബാത്ത്, ഹെർബൽ ബാത്ത്. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തെ കൂടുതൽ ആരോഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പര്യാപ്തമായ ഒരുപിടി കാര്യങ്ങൾ ഇവിടെയുണ്ട്. ചില കുടുംബങ്ങൾ വന്ന് 10 ദിവസം, ചിലർ വന്ന് 20 ദിവസം, 26 ദിവസം, 1 മാസം വരെ ഇവിടെ താമസിച്ചു പോയവരുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരും കൂടെ 1 മാസം താമസിച്ചു പോയ അനുഭവങ്ങളുണ്ട്. അവർ പറയുന്നത് ഈ 1 മാസം കൊണ്ട് അവരുടെ ഈ മാംസം കഴിക്കുന്ന ആ ഒരു ത്വര മാറി, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തഴക്കദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി വരുന്നു. കുറച്ചുകൂടെ പിള്ളേർ ശാന്തരാകുന്നു. എത്ര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണെങ്കിലും വളരെ ശാന്തരാകുന്നു. കാരണം അതുപോലെയുള്ള ഭക്ഷണവും അതുപോലെയുള്ള പരിശീലനങ്ങളുമാണ് ഞങ്ങളിവിടെ കൊടുക്കുക. യോഗ എന്ന് പറയുന്ന ആ ഒരു വലിയ സാധന വളരെ കൃത്യമായിട്ട് നമ്മൾ പരിശീലിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നന്മകളുണ്ട്, അതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ സംരക്ഷണ നിമിഷങ്ങളുണ്ട്. അതെല്ലാം ഒരു വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ ഏറെ സഹായിക്കുന്നതാണ്.
എയ്റ്റ് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിശീലനത്തിനുള്ള ഒരു സ്ഥലമാണിത്. അതായത് 8ൻ്റെ ആകൃതിയിൽ നടക്കുക. നിങ്ങളൊരു പക്ഷേ എവിടെ നിന്നെങ്കിലും ഇത് കേട്ടിട്ട് കാണും. ഇത് 8ൻ്റെ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. മണ്ണും ചെറിയ ചിപ്സും പാറക്കല്ലുമാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇതുപോലെ ആദ്യം നടക്കുന്നു. 21 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ, 21 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ നടക്കുമ്പം ചെറിയ ഹണീബി ശബ്ദം മൂളിക്കൊണ്ട് അങ്ങനെ മൂളിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ മണ്ണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 21 പ്രാവശ്യം ക്ലോക്ക് വൈസ്, അതിനുശേഷം വീണ്ടും തിരിച്ച് നടക്കണം. ഇതുപോലെ തിരിച്ച് നടക്കണം, ആൻറ്റി ക്ലോക്ക് വൈസിൽ നടക്കണം. അങ്ങനെ 42 പ്രാവശ്യം ഒരു ദിവസം നടന്നാൽ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, ഡയബറ്റിക്സ്, കൊളസ്ട്രോള് ഇതിനെല്ലാം അത്യുത്തമമായ ഒരു പരിശീലനമാണ്. ഞാൻ ഒരു 2 വർഷത്തോളം ഹിമാലയത്തിലായിരുന്നു. ഹിമാലയ സാനുക്കളിൽ ഹൈന്ദവ മുനിമാരുടെ കൂടെ 1 മാസം, 15 ദിവസം, 10 ദിവസം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഓരോ മാസവും ദിവസങ്ങളും ഒക്കെ താമസിച്ച് പഠിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യത എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. കാരണം അവിടെ ഈ മുനിമാരെ കാണാനും ആ ആശ്രമത്തിലായിരിക്കാനും അവിടെ ഇരുന്ന് വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവരാരും സംസാരിക്കുന്നില്ല. അവരെല്ലാവരും മൗനത്തിലും നിശബ്ദതയിലുമാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ നിശബ്ദതയെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക. മൗനം എന്ന് പറയുന്നതും നിശബ്ദത എന്ന് പറയുന്നതും അവർക്ക് വലിയ ആനന്ദമാണെങ്കിൽ ഈ മൗനവും നിശബ്ദതയും നമുക്ക് വലിയ ഭാരമാണ്. അതെന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. അവരുടെ ആ നിശബ്ദത, മൗനം. അവിടുത്തെ സ്വാമിമാർ പോലും വളരെ മിനിമേ സംസാരിക്കുന്നു. പക്ഷേ ആ സംസാരം ഒരു ദീർഘനാൾ നമുക്ക് ജീവിച്ചു പോകാൻ നമ്മളെ പ്രാപ്തരാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാധീനം എനിക്ക് കിട്ടിയതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു സ്ഥലം, ശാന്തതയിലൊരു സ്ഥലം ഞാൻ രൂപപ്പെടുത്തിയെടുത്തത്. അതോടൊപ്പം ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറി നമുക്കുണ്ട്. അവിടെ വന്നിരുന്നൊക്കെ ശാന്തമായി വായിക്കാം. ദേവാലയത്തിലിരുന്ന് മൗനമായി ധ്യാനിക്കാം. ഈ ഔഷധത്തോട്ടത്തിലൂടെ നടന്ന് ഓരോ ഔഷധ സസ്യത്തെയും കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ആ ഔഷധ സസ്യം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചെറിയ ചെടികൾ, തൈകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ ഈ അരിയും ഗോതമ്പും ഒക്കെ കുറച്ച് മില്ലറ്റ്സുകൾ കൂടുതൽ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള മില്ലറ്റ്സിൻ്റെ കഞ്ഞിക്കൂട്ടുകൾ ഞങ്ങളിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചിലകൾ പൊടിച്ചുണ്ടാക്കിയ മസാലക്കൂട്ടുകൾ, അതായത് ഇപ്പോൾ സാമ്പാർ പൗഡർ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ചില ഔഷധ സസ്യങ്ങളുടെ ഇല ഉണക്കി പൊടിച്ച് അതിലേക്ക് മറ്റ് ചില കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഹെർബലായിട്ടുള്ള കറിക്കൂട്ടുകൾ, കറി മസാലകൾ ഇവിടെ ഞങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്നവർക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, പുതിയൊരു തുടക്കം, പുതിയൊരു ശൈലി, പുതിയൊരു രീതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ഏറെ സഹായിക്കും. ഫ്രം ദ വൂം ടു ദ ടൂം എന്നുള്ളതാണ് നമ്മുടെ ഒരു പുതിയ സങ്കല്പവും പുതിയ ഒരു കാഴ്ചപ്പാടും. അതായത് ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ നിമിഷം മുതൽ കല്ലറയിൽ എത്തുന്നവരെ ഈ ഒരു ഫോർമേഷൻ, നമ്മുടെ രീതിയിലുള്ള ഒരു ഫോർമേഷനിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു അസുഖവും ഇല്ലാതെ, ഒരു രോഗപീഠകളില്ലാതെ, വലിയ സന്തോഷത്തോടെ, സമാധാനത്തോടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓർക്കണം, ഈ ഒരു കൊച്ചുകുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം ആദ്യത്തെ 2 അല്ലെങ്കിൽ 3 മാസം ഇവിടെ അവരുടെ പേരൻസിനോടൊപ്പം താമസിച്ച് ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ പ്രാർത്ഥന, ഇവിടുത്തെ ആത്മീയ ആചാരങ്ങൾ അതിലൂടെ അങ്ങ് പോകും. ഭക്ഷണം, പരിശീലനമൊക്കെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളുണ്ടാവും. ആദ്യത്തെ മാസം ചെയ്യേണ്ടത്, 2ാം മാസം ചെയ്യേണ്ടത്, 3ാം മാസം ചെയ്യേണ്ടത്, ആദ്യത്തെ മാസം കഴിക്കേണ്ട ഭക്ഷണം, കുഞ്ഞിൻ്റെ അവയവങ്ങൾ വളരുന്ന മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് ആ ഒരു പ്രഗ്നൻസി കാലയളവെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് മാറും. അതിനുശേഷം കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതിനെല്ലാം ഈ ഒരു സ്ഥാപനത്തിൻ്റെ, ഈ ഒരു ആശ്രമത്തിൻ്റെ, ഈ ഒരു ARCയുടെ
ഗൈഡ് ലൈൻ കൃത്യമായിട്ട് കൂടെ ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ പുതിയ സംരംഭം. അത് ഈ 2025 ഡിസംബർ ആദ്യം നമ്മളത് തുടങ്ങുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതവും എല്ലാവർക്കും ആയുരാരോഗ്യവും ആശംസകളും.